മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് ഹൈസ്കൂളിലെ 1984-85 വർഷത്തെ SSLC ബാച്ചിന്റെ സംഗമം നടന്നു. മറ്റം കാക്കശ്ശേരി സമാജം ഹാളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം KJ ജേക്കബ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KJ കൊച്ചു മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ഇരുവരെയും പൊന്നാടയും മൊമന്റയും നൽകി ആദരിച്ചു. ക്ലാസ് അധ്യാപകരായിരുന്ന CC ആന്റണി മാസ്റ്റർ, മല്ലിക ടീച്ചർ എന്നിവരെ അവരുടെ ഭവനങ്ങളിൽ പോയി സന്ദർശിച്ച് ആദരിച്ചു. ജോൺസൺ നമ്പഴിക്കാട്, അജിത് കുമാർ, ഹരീഷ് നാരായണൻ, EF സണ്ണി, സത്യൻ ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഹപാഠികൾ വീണ്ടും ഒത്തുചേർന്നത്. ഹരീഷ് നാരായണൻ നവരസങ്ങളുടെ ഭാവാഭിനയം അവതരിപ്പിച്ചു. ഇയോ ടോമി ഗാനാലാപനം നടത്തി. പുതിയ ഭാരവാഹികളായി ജോൺസൺ നമ്പഴിക്കാട് പ്രസിഡന്റ്, അജിത് കുമാർ സെക്രട്ടറി, ശശികുമാർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ചാവക്കാട് നഗരസഭയിൽ കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന കോഴിയിറച്ചിയുടെ വിലക്കയറ്റത്തിന് പരിഹാരമാകുന്നതിനും ശുദ്ധമായ ഇറച്ചി മിതമായ നിരക്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഔട്ട്ലെറ്റ് ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ഷീജ പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതം ആശംസിച്ചു. കുടുംബശ്രീ, മൃഗസംരക്ഷണ വകുപ്പ്, കെപ്കോ എന്നിവയുടെ സഹകരണത്തോടെയാണ് കേരള സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ശുദ്ധമായ കോഴിയിറച്ചി കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ യു മുഖ്യാതിഥിയായിരുന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ AV, 1-ാം വാർഡ് കൗൺസിലർ ഉമ്മൂർ അഹമ്മദ്, കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം ഓഫീസർ ശാരിക എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ് നന്ദിയും പറഞ്ഞു. കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ടായത് ഇന്ത്യയുടെ മതേതര സംസ്കാരത്തിനേറ്റ മുറിവെന്ന് VT ബൽറാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഇന്ത്യയുടെ മതേതരത്വ സംസ്കാരത്തിനേറ്റ അഗാധ മുറിവാണെന്ന് മുൻ MLA VT ബൽറാം പറഞ്ഞു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായ കന്യാസ്ത്രീകളെ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് വേട്ടയാടിയ സർക്കാർ ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയായിരിക്കുകയാണെന്നും VT ബൽറാം പറഞ്ഞു. RSSും സംഘപരിവാറും നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുന്നതുവരെ കോൺഗ്രസ് ശക്തമായി പോരാടുമെന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് VT ബൽറാം പ്രതികരിച്ചു. കന്യാസ്ത്രീകൾക്കെതിരെയുണ്ടായ അതിക്രമങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചാലിശ്ശേരി അങ്ങാടി ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൽറാം. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. UDF തൃശൂർ ജില്ലാ മുൻ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മുഖ്യാതിഥിയായി. ടൗൺ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നജ്മുദ്ദീൻ അറക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ സംഗമത്തിനോടനുബന്ധിച്ച് ചാലിശ്ശേരി അറക്കൽ സെന്ററിൽ നിന്നും 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രകടനമായാണ് പ്രതിഷേധ സംഗമ വേദിയിലെത്തിയത്. UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവി, പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ PC ഗംഗാധരൻ, KM ചന്ദ്രശേഖരൻ, IUML പഞ്ചായത്ത് സെക്രട്ടറി സിദ്ദിയ ഉങ്ങാട്ടിൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AM റുക്കിയ ഹംസ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ഹാഷിം അച്ചാരത്ത്, റോബർട്ട് തമ്പി, മണ്ഡലം വൈസ് പ്രസിഡന്റുമായ പ്രദീപ് ചെറുവാശ്ശേരി, CV മണികണ്ഠൻ, PC തോംസൺ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ടൗൺ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും ട്രഷറർ റെനി പീറ്റർ നന്ദിയും പറഞ്ഞു. स्मरामि
പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. തകർന്നുകിടക്കുന്ന അക്കിക്കാവ് കെ കരുണാകരൻ റോഡ് യാത്രക്കാരെ വലയ്ക്കുന്നു. പോർക്കുളം പഞ്ചായത്തിനെയും കടവല്ലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. പഞ്ചായത്തുകൾ തങ്ങളുടെ കീഴിലുള്ള ഭാഗം മാത്രം അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ മറുഭാഗം തകർന്നു കിടക്കും. ഇതൊഴിവാക്കാനായി റോഡ് PWD ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തകർന്ന റോഡിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതോടെ വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ചങ്ങാതിക്ക് ഒരു തൈ, പാഴ്പ്പുതുക്കം എന്നീ പദ്ധതികൾക്ക് തുടക്കമായി. തിങ്കളാഴ്ച രാവിലെ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലിയറ്റ് വിനു അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം VP ലീല, IRTC കോർഡിനേറ്റർ ആർഷ ബെന്നി, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ത്രിവിക്രമദേവ്, പ്രധാന അധ്യാപിക PB സജിത, സ്റ്റാഫ് പ്രതിനിധി ബിന്ദു ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന തൈകൾ ചങ്ങാതിമാർക്ക് കൈമാറിക്കൊണ്ട് ഭൂമിയെ ഹരിതപമാക്കുക എന്നതാണ് ചങ്ങാതിക്ക് ഒരു തൈ പദ്ധതി. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം തുടങ്ങി മാനവരാശിക്ക് മീതെയുള്ള ഭീഷണിയെ പ്രതിരോധിക്കാനുള്ള ഒരു ചെറുനീക്കമാണ് വിദ്യാർത്ഥികൾ ഇതിലൂടെ സാധിച്ചെടുത്തത്. IRTCയുടെ നേതൃത്വത്തിൽ കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന തുണിസഞ്ചികൾ പൊതുയിടങ്ങളിലും വീടുകളിലും നൽകിക്കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിന്റെ സന്ദേശം പ്രചരിപ്പിച്ചാണ് വിദ്യാലയത്തിൽ ക്യാമ്പയിൻ തുടക്കം കുറിച്ചത്. ചാലിശ്ശേരി മുക്കിൽപീടിയ മഹാത്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങൾക്ക് ആദ്യ ശുശ്രൂഷ കിറ്റുകൾ വിതരണം നടത്തി. ചാലിശ്ശേരി പഞ്ചായത്തിന് കീഴിലുള്ള 7 സ്കൂളിലും കപ്പൂർ പഞ്ചായത്തിലെ AJBS എടപ്പറമ്പ് സ്കൂളുകളിലായാണ് കിറ്റുകൾ വിതരണം നടത്തിയത്. വിദ്യാർത്ഥികളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിനകത്ത് വെച്ചുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർക്ക് ഉടൻ സഹായം ലഭിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജയൻ, സ്കൂൾ ഡെപ്യൂട്ടി HM KV സുഭദ്ര ടീച്ചർക്ക് കിറ്റുകൾ നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് രജീഷ് PV അധ്യക്ഷനായി. GLP സ്കൂളിൽ പ്രധാന അധ്യാപകൻ E ബാലകൃഷ്ണൻ, SCUP സ്കൂളിൽ പ്രധാന അധ്യാപകൻ K മുഹമ്മദ് സൽമാൻ എന്നിവരും സഹാധ്യാപകരും പങ്കെടുത്തു. പരിപാടിക്ക് K ബാബുനാസർ, AM നൌഷാദ്, EV സക്കീർ, പ്രദീപ് തയ്യക്കാട്ടിൽ, TM സലീം, പ്രദീപ് ചെറുവാശ്ശേരി, TM നാസർ, EV അലിമോൻ, AY അബ്ബാസ്, വിവിധ സ്കൂളിലെ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ കല്ലുപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ അക്കിക്കാവ് ദീനബന്ധു മിഷനുമായി സഹകരിച്ച് കുന്നംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രഭാത ഭക്ഷണ വിതരണം ചെയ്തു. KCCF റിലീഫ് മിഷൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആശുപത്രിയിലെ രോഗികൾ, അവരെ പരിപാലിക്കുന്നവർ എന്നിവർക്ക് കരുതലിന്റെ പ്രഭാത ഭക്ഷണം നൽകിയത്. ഫെലോഷിപ്പ് അംഗങ്ങളുടെ സജീവ സാന്നിധ്യം രോഗികൾക്ക് ആശ്വാസവും സന്തോഷവും നിറഞ്ഞതായി. റിലീഫ് മിഷന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് വീടുകളിൽ മരുന്നെത്തിച്ചു നൽകൽ, അനാഥമന്ദിര സന്ദർശനം, തൃശൂർ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ ധനസഹായം, രോഗി പരിചരണത്തിനുള്ള ഉപകരണങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്നിവ ഫെലോഷിപ്പ് ചെയ്തു വരുന്നുണ്ട്. ഭക്ഷണ വിതരണത്തിന് പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, ജനറൽ സെക്രട്ടറി സിജു ചുമ്മാർ, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളും ദീനബന്ധു മിഷൻ ഡയറക്ടർ ഫാദർ ലിനു ജോർജ് എന്നിവരും നേതൃത്വം നൽകി. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ DYFI സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു. ആളൂർ സെന്ററിൽ DYFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KB ജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് മേഖലാ പ്രസിഡന്റ് വിനോദ് മുകുന്ദൻ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗം C അംബികേശൻ, സംഘാടക സമിതി ചെയർമാൻ KS ദിലീപ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ സംസാരിച്ചു.
ജാഥ ക്യാപ്റ്റൻ ജിജിൽ പൈനിയിടം, വൈസ് ക്യാപ്റ്റൻ ഗോപകുമാർ കണ്ടാണശ്ശേരി, ജാഥ മാനേജർ മാളവിക പ്രദീപ് എന്നിവർക്ക് KB ജയൻ പതാക കൈമാറി. കണ്ടിയൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ച യൂത്ത് മാർച്ച് വിവിധ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ചൊവ്വല്ലൂരിൽ സമാപിച്ചു. സമാപന സമ്മേളനം SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം KA ഷീനാസ് അധ്യക്ഷനായി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ, കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ KM ജിജിൽ, വൈസ് ക്യാപ്റ്റൻ UM ഗോപകുമാർ, മാനേജർ KP മാളവിക എന്നിവർക്ക് പുറമെ അമൽ ആളൂർ, TK സുവീഷ്, VA അരുൺ, വിനോദ് മുകുന്ദൻ, റെനീഷ് രാകേഷ്, പ്രണവ് പ്രേമൻ എന്നിവരും സംസാരിച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ DYFI സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു. ആളൂർ സെന്ററിൽ DYFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KB ജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് മേഖലാ പ്രസിഡന്റ് വിനോദ് മുകുന്ദൻ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗം C അംബികേശൻ, സംഘാടക സമിതി ചെയർമാൻ KS ദിലീപ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ ജിജിൽ പൈനിയിടം, വൈസ് ക്യാപ്റ്റൻ ഗോപകുമാർ കണ്ടാണശ്ശേരി, ജാഥ മാനേജർ മാളവിക പ്രദീപ് എന്നിവർക്ക് KB ജയൻ പതാക കൈമാറി. കണ്ടിയൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ച യൂത്ത് മാർച്ച് വിവിധ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ചൊവ്വല്ലൂരിൽ സമാപിച്ചു. സമാപന സമ്മേളനം SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം KA ഷീനാസ് അധ്യക്ഷനായി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ, കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ KM ജിജിൽ, വൈസ് ക്യാപ്റ്റൻ UM ഗോപകുമാർ, മാനേജർ KP മാളവിക എന്നിവർക്ക് പുറമെ അമൽ ആളൂർ, TK സുവീഷ്, VA അരുൺ, വിനോദ് മുകുന്ദൻ, റെനീഷ് രാകേഷ്, പ്രണവ് പ്രേമൻ എന്നിവരും സംസാരിച്ചു. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ് വയോധിക മരിച്ചു. പൂവത്തൂർ പെരിങ്ങാട് വീട്ടിൽ ശ്രീധരന്റെ ഭാര്യ 74 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. പൂവത്തൂരിലേക്കുള്ള യാത്രയ്ക്കിടെ പൂച്ചക്കുന്ന് വളവിൽ വെച്ചായിരുന്നു അപകടം. ബസ്സിൽ കയറിയതിനു ശേഷം പിന്നിലെ സീറ്റിലേക്ക് നടന്നു പോകുന്നതിനിടെ ബാലൻസ് നഷ്ടപ്പെട്ട് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഡോർ അടച്ചിരുന്നെങ്കിലും വീഴ്ചയുടെ ആഘാതത്തിൽ ഡോർ തുറന്ന് നളിനി പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകടം നടന്നയുടൻ നളിനിയെ പറപ്പൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ബസ്സിനകത്തെ CCTV ക്യാമറയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 4.5 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചൂണ്ടൽ പുതുശ്ശേരി ഭാഗത്ത് താമസിക്കുന്ന മന്തിയത്ത് വീട്ടിൽ സുനിലിനെ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച്, സ്റ്റീൽ വള എന്നിവ കൊണ്ട് അടിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഒന്നാം പ്രതി അഞ്ഞൂർ കുരിശുപള്ളി ദേശം മുട്ടിൽ വീട്ടിൽ 30 വയസ്സുള്ള ജിതിൻ രവീന്ദ്രൻ, രണ്ടാം പ്രതിയായ മരത്തുംകോട് കിടങ്ങൂർ PSP റോഡിൽ താമരശ്ശേരി വീട്ടിൽ 30 വയസ്സുള്ള വിഷ്ണു എന്നിവരെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻ കോടതി ശിക്ഷിച്ചത്. കേസിലെ മറ്റൊരു പ്രതിയായ വടക്കേക്കാട് കല്ലൂർ ആലുക്കൽ വീട്ടിൽ 30 വയസ്സുള്ള നിരഞ്ജൻ വിചാരണ നേരിടാതെ ഒളിവിലാണ്. മുൻവിരോധം വെച്ച് സുനിലും സുഹൃത്ത് സുജിത്തിനെയും തിരുവളയന്നൂർ സ്കൂളിനടുത്ത് തടഞ്ഞു നിർത്തി പ്രതികൾ മാരകായുധങ്ങളായ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച്, സ്റ്റീൽ വള എന്നിവ ഉപയോഗിച്ച് ആക്രമിച്ചു. ഇത് കണ്ട് തടയാൻ ചെന്ന സുഹൃത്ത് സുജിത്തിനെ പ്രതികൾ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു. തുടർന്ന് നിലവിളിയും ബഹളവും കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോൾ പ്രതികൾ കൊലവിളി നടത്തി ബൈക്കിൽ തിരിച്ചു പോവുകയും ചെയ്തു. പരിക്കേറ്റ സുനിലിനെ സുജിത്ത് ചികിത്സയ്ക്കായി പുന്നൂർക്കുളം ശാന്തി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പ്രതികളുടെ സുഹൃത്തിനെ ആരോ ഉപദ്രവിച്ചതിലുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന ഉമേഷ് മൊഴിയെടുത്ത കേസിൽ വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായ K പ്രദീപ് കുമാർ പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. പ്രതികൾക്കെതിരെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. കോർട്ട് ലൈസൻസ് ഓഫീസറായ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PJ സാജനും പ്രോസിക്യൂഷന് സഹായിച്ചു.
പഴഞ്ഞി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി CK സണ്ണിയുടെ കരുതൽ കായിക മേഖലയ്ക്ക് ഉണർവേകി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക രംഗത്തിന് പ്രോത്സാഹനമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും എറണാകുളം ആസ്ഥാനമായുള്ള മിൽട്ടൺ എന്റർപ്രൈസസിന്റെ ഉടമയുമായ CK സണ്ണിയാണ് ഫുട്ബോൾ ടീമിനും കായിക താരങ്ങൾക്കും ജേഴ്സികൾ സമ്മാനിച്ച് വിദ്യാർത്ഥികൾക്ക് പിന്തുണയേകിയത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായ CK സണ്ണി ഗ്രാമത്തിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. മാതൃവിദ്യാലയത്തിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായാണ് സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത 50 കുട്ടികൾക്കും സ്കൂളിലെ 260ഓളം കായിക വിദ്യാർത്ഥികൾക്കും ജേഴ്സികൾ വിതരണം നടത്തിയത്. കൂടാതെ ഹോക്കി ടീമിനുള്ള സ്റ്റിക്കും ഇദ്ദേഹം സൗജന്യമായി നൽകിയിരുന്നു. സ്കൂളിൽ ഉച്ചയ്ക്ക് ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർക്ക് ഇദ്ദേഹം ഭക്ഷണവും നൽകി വരുന്നുണ്ട്. സ്കൂൾ ഹാളിൽ PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷനായി. ഫുട്ബോൾ ക്യാമ്പിലെ കുട്ടികൾക്ക് ചാലിശ്ശേരിയിലെ ജാക്ക് ആൻഡ് ജിൽ സ്ഥാപകനായ ജോണി ചീരൻ മൊമന്റോകളും നൽകി. CK സണ്ണിയെയും ട്രെയിനർ വിൽസനെയും ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ, പ്രധാന അധ്യാപകർ K വെങ്കിട്ടമൂർത്തി, AJ ജനീർലാൽ, മേഴ്സി മാത്യു, ഫുട്ബോൾ പരിശീലകൻ MM വിൽസൺ എന്നിവർ സംസാരിച്ചു. വിത്തളിയന്റെ വിത്തിന് പത്തര മാറ്റുന്ന പഴമക്കാർ. നാട്ടുകാരുടെ വിത്തളിയൻ മുഹമ്മദ് വിടവാങ്ങി. 6 പതിറ്റാണ്ടുകാലം വിവിധയിനം വിത്തുകളും പച്ചക്കറി തൈകളും തലച്ചുമടുകളായി വ്യാപകമായി വിൽപ്പന നടത്തിയിരുന്ന നാട്ടുകാരുടെ വിത്തളിയൻ ആൽത്തറ തേരാമംഗലത്ത് 85 വയസ്സുള്ള മുഹമ്മദ് വിടവാങ്ങി. ചെറുപ്പം തൊട്ട് കൃഷിയിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മുഹമ്മദ് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആൽത്തറയിൽ നിന്നും ഖദീജയെ വിവാഹം കഴിച്ചത്. വിവാഹത്തിനു മുമ്പേ വിത്ത് കച്ചവടക്കാരനായ മുഹമ്മദ് അങ്ങനെ ആൽത്തറക്കാരുടെ വിത്തളിയനായി മാറി. ആദ്യകാലത്ത് വീടിന്റെ തൊടിയിൽ വിത്തുകൾ പാകി മുളക്, വഴുതന തൈകൾ വ്യാപകമായി നട്ടുപിടിപ്പിച്ച് തലച്ചുമടായി വീടുകളിലും പൂരപ്പറമ്പുകളിലും തിരുവാതിര വാണിഭങ്ങളിലും നേർച്ചാഘോഷ പറമ്പുകളിലുമായി വ്യാപകമായി വിൽപ്പന നടത്തിയിരുന്നു. ഇതോടെ നാട്ടുകാർക്ക് വിത്തളിയൻ എന്ന മുഹമ്മദ് സുപരിചിതനായി മാറി. കാലം മാറി തൈകൾ വിൽപ്പന കുറഞ്ഞതോടെ പിന്നീടത് വിവിധയിനം വിത്ത് കച്ചവടങ്ങളിലേക്കായി ചുരുങ്ങുകയും ചെയ്തു. ആൽത്തറയിലെ മിക്ക വീടുകളിലും വിത്തളിയൻ എന്ന മുഹമ്മദിന്റെ പച്ചക്കറിയും തണൽ മരങ്ങളും ഇപ്പോഴും വ്യാപകമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. 7 മാസങ്ങൾക്ക് മുൻപ് അവസാനമായി കടങ്ങോട് നേർച്ചാഘോഷ പറമ്പിലായിരുന്നു മുഹമ്മദിന്റെ അവസാന വിത്ത് കച്ചവടം നടന്നത്. കച്ചവടം കഴിഞ്ഞ് തിരികെ പോകുന്നതിനിടയിൽ എതിർദിശയിൽ നിന്ന് വന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മുഹമ്മദിന്റെ ദേഹത്തിടിക്കുകയായിരുന്നു. തുടർന്ന് മാസങ്ങളോളം ആശുപത്രിയിൽ പ്രവേശിക്കുകയും ശരീരം തളർന്നതിനെ തുടർന്ന് വീട്ടിൽ കിടപ്പിലാവുകയും ചെയ്തു. ആഗസ്റ്റ് 11 തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. മുഹമ്മദിന് പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഹരിതശ്രേഷ്ഠ പുരസ്കാരവും നാട്ടിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നും നിരവധി മികച്ച കർഷക അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. മൃതദേഹം തിങ്കളാഴ്ച വൈകിട്ട് 4ഓടെ പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിലെ തോട്ടിൽ അറവ് മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. പാടത്തിനോട് ചേർന്നുള്ള തോട്ടിലും സമീപകാലത്ത് ഉപയോഗശൂന്യമായി കാടുപിടിച്ചു കിടക്കുന്ന കുളത്തിലുമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ ദിവസം തോട്ടിന് സമീപം പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയ നിലയിൽ അറവ് മാലിന്യം തള്ളിയിരുന്നു. തെരുവ് നായ്ക്കൾ കവറിൽ നിന്നും മാലിന്യങ്ങൾ വലിച്ചു വാരിയിട്ട് റോഡിലേക്കിടുന്നത് ഇവിടെ ശല്യമായിരിക്കുകയാണ്. പ്രദേശത്തെ രൂക്ഷമായ ദുർഗന്ധം നിലനിൽക്കുകയാണ്. ഇതിനിടയിലാണ് പരിസരത്തെ വീടുകളിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രതിഷേധമായി രംഗത്തെത്തിയത്. പ്രദേശവാസികൾ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതിനിടയിലാണ് കുന്നംകുളം പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വാർഡ് മെമ്പർ ഫസലുർ റഹ്മാനെ മാലിന്യം നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൂടാതെ പഞ്ചായത്തിന്റെയും പ്രദേശവാസികളുടെയും സഹായ സഹകരണത്തോടെ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞു. തുടർന്ന് JCB എത്തി അറവ് മാലിന്യം നീക്കം ചെയ്തു. കൂടാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കുളത്തിന് സമീപത്തെ കാടുകൾ നീക്കം ചെയ്യുന്നതിനും നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു. പൊതുപ്രവർത്തകരായ മുഹമ്മദ്, PK വേലായുധൻ, റഹീം എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷകളിൽ ഇടിച്ച് അപകടം. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചെറുവത്താനി സ്വദേശി പോലിയത്ത് വീട്ടിൽ 40 വയസ്സുള്ള റിനേഷനാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 4:30യോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ കോണാർക്ക് ഹോട്ടലിന് മുൻപിൽ പാതയോരത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷകൾക്ക് പുറകിലാണ് കാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു ഓട്ടോറിക്ഷ സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. മറ്റൊരു ഓട്ടോറിക്ഷയുടെ പുറകുവശം ഭാഗികമായി തകർന്നു. അപകട സമയത്ത് ഓട്ടോറിക്ഷയിൽ ഇരുന്ന ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. കാലിനുൾപ്പെടെ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ
കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കുറ്റിപ്പുറം സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോർക്കുളം സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിൽ അടച്ചു. പോർക്കുളം സ്വദേശി നെന്മണിക്കര വീട്ടിൽ 28 വയസ്സുള്ള ശ്രീജിത്ത് എന്ന അടുപ്പ് ശ്രീജിത്തിനെയാണ് കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ജയിലിൽ അടച്ചുകൊണ്ട് തൃശൂർ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. വധശ്രമം, അടിപിടി, ലഹരി വസ്തുക്കളുടെ കച്ചവടം, മാധ്യമപ്രവർത്തകൻ ഹരി ഇല്ലത്തിനെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ 9ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ശ്രീജിത്ത്. ഇതേ തുടർന്നാണ് കുന്നംകുളം പോലീസ് പ്രതിക്കെതിരെ ജില്ലാ കളക്ടർക്ക് കാപ്പ ചുമത്തുന്നതിനുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്.